ഹായ് നമസ്കാരം, ഞാൻ അലീന. ഞാൻ കൊല്ലം നീണ്ടകര സ്വദേശിനിയാണ്. ICD സൂപ്പർവൈസർ എക്സാമിൽ എനിക്ക് 5ാമത്തെ റാങ്ക് കരസ്ഥമാക്കാൻ സാധിച്ചു. എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു ഗവൺമെൻറ് എംപ്ലോയി ആകുക എന്നുള്ളത്. അതും ഞാൻ പഠിച്ച വിഷയത്തിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു ജോലി കിട്ടുക എന്നുള്ളത് എനിക്ക് വലിയൊരു സ്വപ്നമായിരുന്നു. ഞാൻ പഠിച്ചത് എൻട്രി ആപ്പിലൂടെയാണ്. എൻട്രിയിലെ റെഗുലർ ക്ലാസ്സിലായിരുന്നു ഞാൻ കോച്ചിങ് നേടിയിരുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ സിലബസ് ഏറ്റവും നന്നായിട്ട് റെഫർ ചെയ്തു. സിലബസാണ് ഞാൻ ആദ്യം പഠിച്ചത്. ഏതൊക്കെ ടോപ്പിക്സാണ് നമ്മൾ കവർ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ മെയിൻലി നോക്കിയിട്ട് അതിനുശേഷം എൻട്രിയിലെ ക്ലാസ്സുകളും മെയിൻലി എനിക്ക് ഏറ്റവും ഹെൽപ്ഫുള്ളായിട്ട് തോന്നിയത് എൻട്രിയിലെ ക്വിസസ് ആണ്. ഇപ്പം എനിക്ക് ക്ലാസ് മുഴുവനായിട്ട് കേൾക്കാൻ സമയമില്ലാത്തപ്പോൾ ക്വിസാണ് ഞാൻ കൂടുതലും പഠിച്ച് എനിക്ക് അങ്ങനെ ക്വിസ് ഒരുപാട് ഹെൽപ്ഫുള്ളായിട്ട് തോന്നിയായിരുന്നു. എൻട്രി ഭയങ്കര എൻഗേജിങ് ആയിട്ട് എനിക്ക് തോന്നാറുണ്ട്. ആ ആപ്പിൽ നമ്മൾ എത്ര ഒരുപാട് നമുക്ക് കവർ ചെയ്യാനുണ്ട്. നമ്മൾ എത്ര സമയം എടുത്താണെങ്കിലും അതിൽ തീരില്ല. അപ്പം ഭയങ്കര എൻഗേജിങ് ആയിട്ട് നമുക്ക് ഒട്ടും ബോറടിപ്പിക്കാത്ത രീതിയിൽ നമ്മൾ ഒരുപാട് നേരം പഠിക്കാനായിട്ട് എൻട്രി ആപ്പ് യൂസ്ഫുള്ളാണ്. എൻ്റെ ഒരു സ്റ്റഡി സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ എക്സാമിന് മുന്നേ സിലബസ് കംപ്ലീറ്റ് ചെയ്തിരിക്കണം എന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. അതുപോലെ ഞാൻ കൂടുതലും ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്താണ് പഠിച്ചിരുന്നത്. മോഡൽ എക്സാംസ്, എൻട്രി ആപ്പിലെ മോഡൽ എക്സാംസ് മാക്സിമം കവർ ചെയ്തു. ഒരു ടോപ്പിക്കിനെ സംബന്ധിച്ച് ഏതൊക്കെ രീതിയിൽ ക്വസ്റ്റ്യൻസ് വരാം എന്നുള്ളത് ഞാൻ റെഫർ ചെയ്തു. മോഡൽ എക്സാംസ് ആണ് ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്ത്. അതായിരുന്നു എൻ്റെ ഒരു സ്ട്രാറ്റജി. കോളേജിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ് ഈ ഒരു ICDSൻ്റെ നോട്ടിഫിക്കേഷൻ വന്നത്. അപ്പോൾ ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണെന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാനത് എൻ്റെ ജോബ് റിസൈൻ ചെയ്യും ഇതിന് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുകയായിരുന്നു ചെയ്തത്. അപ്പോൾ ഇനി PSC പഠിക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, നമ്മൾ എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ എപ്പോഴായാലും റിസൾട്ട് ഉണ്ടായിരിക്കും. ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു, ഉറക്കമില്ലാത്ത രാത്രികൾ, പിന്നെ ഫാമിലി ഫങ്ഷൻസ് വരുമ്പോഴൊക്കെ പോകാതിരിക്കുക, അങ്ങനെ കുറച്ച് സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു. എന്നാലും നമുക്ക് കിട്ടുന്ന റിസൾട്ട് അതിനെല്ലാം വേർത്താണ്. അപ്പോൾ ഈ PSC പഠിക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, ഈ ഒരു സ്ട്രഗിൾസിനെ ഓവർകം ചെയ്യുക. എന്തായാലും എൻഡ് റിസൾട്ട് നമുക്ക് എഫേർട്ട് ഇടുന്നതിന് നമുക്ക് എന്തായാലും റിസൾട്ട് കിട്ടിയിരിക്കും. എൻ്റെ ഫാദറിൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു എന്നെ ഒരു ഗവൺമെൻറ് എംപ്ലോയി ആക്കുക എന്നുള്ളത്. പപ്പയും ഗവൺമെൻറ് എംപ്ലോയിയാണ്, ഇപ്പോൾ റിട്ടയർഡായി. അപ്പം പപ്പയുടെ ആ ഒരു ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ പറ്റിയതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. നമുക്കറിയാം, കോവിഡ് കാലഘട്ടത്തിൽ ബാക്കിയുള്ള മേഖലകളിലെല്ലാം എല്ലാവരുടെയും ജോബിനൊരു ഇൻസെക്യൂരിറ്റി വന്നപ്പോഴും ഏറ്റവും കൂടുതൽ ഒരു സേഫ് സോണായിട്ട് ഉണ്ടായിരുന്നത് ഗവൺമെൻറ് ജോലിയാണ്. അപ്പം എപ്പോഴായാലും അതൊരു സ്റ്റേബിളായിട്ടുള്ള ഇൻകമാണ്, അതുപോലെ നമുക്കൊരു സെക്യൂരിറ്റിയാണ്. അപ്പോൾ എല്ലാ PSC ആസ്പിറൻസിനോടും നിങ്ങളിപ്പോൾ ഇടുന്ന എഫേർട്ടിന് നിങ്ങൾക്ക് റിസൾട്ട് എന്തായാലും ഉണ്ടായിരിക്കും. ഗവൺമെൻറ് ജോബ് എന്ന് പറയുന്ന ഒരു സേഫ്റ്റിയിലേക്കാണ് നമ്മൾ എത്തുന്നത്. എൻ്റെ ഈ PSC ജേർണിയിൽ എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത് എൻ്റെ ഫാമിലി മെമ്പേഴ്സ് തന്നെയാണ്. എനിക്ക് മാക്സിമം ഞാൻ പഠിക്കാനായിട്ട് എൻ്റെ സമയം മാറ്റിവെക്കേണ്ടതിന് അവർ ഒരുപാട് രീതിയിൽ എന്നെ സഹായിച്ചു. ഞാൻ പഠിക്കട്ടെ, അവളെ ഒന്നിനും ശല്യം ചെയ്യരുതെന്നും പറഞ്ഞ് എന്നെ രാവിലെ എണീക്കുന്നത് മുതൽ കിടക്കുന്നത് വരെ ഞാൻ പഠിക്കുക മാത്രം ചെയ്ത സമയങ്ങളുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇന്നൊരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥയായിട്ട് കയറുന്നുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ ക്രെഡിറ്റും എൻ്റെ ഫാമിലി മെമ്പേഴ്സിന് തന്നെ ഉള്ളതാണ്. ഞാൻ അവരോട് എന്നും കടപ്പെട്ടിരിക്കുന്നു. 2025-26 കാലഘട്ടത്തിൽ നിരവധി PSC നോട്ടിഫിക്കേഷൻസ് വരുന്നുണ്ട്. 10th ലെവൽ, +2 ലെവൽ, ഡിഗ്രി ലെവൽ, എല്ലാ ലെവലിലെയും നോട്ടിഫിക്കേഷൻസ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ സമയം ആൻഡ് എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും റിസൾട്ട് കിട്ടുന്നതായിരിക്കും. അപ്പം എല്ലാവർക്കും നിങ്ങളുടെ സ്വപ്ന ജോലിയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കട്ടെ. എല്ലാവർക്കും വിജയാശംസകൾ.